സ്വകാര്യ ബസ് മേഖലയെ വ്യവസായമായി പ്രഖ്യാപിക്കുന്നത് പരിഗണിക്കുമെന്ന് മന്ത്രി സി.പി. ജോൺ. തിരുവനന്തപുരത്ത് ഗതാഗത കമ്മീഷണറുടെ ഓഫീസിൽ സ്വകാര്യ ബസ് ഉടമകളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കെ പത്മകുമാർ IPS ചെയർമാനായ സമിതി സ്വകാര്യ ബസ് മേഖലയിലെ പ്രശ്നം പഠിക്കുമെന്നും പുതിയ ട്രാൻസ്പോർട്ട് നയം രൂപീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സ്വകാര്യ ബസ് മേഖലയോട് സർക്കാരിന് ശത്രുതാ മനോഭാവമില്ലെന്നും സി.പി. ജോൺ വ്യക്തമാക്കി. ചെയർമാനും ഡോക്ടർ ശ്രീദേവി, അതായത് നാറ്റ്പാക്കിൻ്റെ പഴയ ഡയറക്ടർ വൈസ് ചെയർമാനുമായിട്ടുള്ള ഒരു കമ്മിറ്റി നമ്മളിവിടെ പ്രഖ്യാപിക്കുകയാണ് പബ്ലിക്കായിട്ട്. അതിൽ വിജയശ്രീ എന്ന അഡീഷണൽ സെക്രട്ടറി ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മിസ്റ്റർ മനോജ് ഇവിടെ ജോയിൻറ്റ് ട്രാഫിക് കമ്മീഷണർ, അദ്ദേഹമാണ് കൺവീനർ. അവർക്ക് രണ്ടുപേർക്കും പുറമെ സഞ്ജയ് RJ എന്ന ഒരു ട്രാൻസ്പോർട്ട് എക്കണോമിക്സിലെ ഒരു എക്സ്പെർട്ടും കൂടി അതിൽ അംഗമാണ്. ഇത്തരത്തിൽ 5 അംഗ കമ്മിറ്റി ഞങ്ങൾ എടുത്തിരിക്കുന്നു. അവരെ നമ്മൾ അറിയിച്ചു. ഈ പേരുകളെല്ലാം അവർക്ക് വളരെ തൃപ്തികരമായിട്ടുള്ള പേരുകളാണ്. ഒരു 45 ദിവസത്തിനകത്ത് തന്നെ നിർബന്ധമായും ഈ പഠനം നീട്ടിക്കൊണ്ടുപോകാതെ അത് പൂർത്തീകരിച്ച് അവരെ അറിയിക്കും. അവരെ വീണ്ടും കൺസൾട്ട് ചെയ്യും. ഒഫീഷ്യലായിട്ട് ഈ കമ്മിറ്റി അവരുമായിട്ട് സിറ്റിംഗ് വെച്ച് അവരെ കണ്ട് സ്പെസിഫിക്കായിട്ട് പൊതുപ്രശ്നങ്ങൾ ഏതേത് പ്രദേശങ്ങളിലാണ് പ്രശ്നങ്ങൾ എന്ന് പഠിച്ച് ഗവൺമെൻറ്റിനെ റിപ്പോർട്ട് തരുന്നതിന് വേണ്ടിയാണ് ആ കമ്മിറ്റി വെച്ചിട്ടുള്ളത്.